ഗുഡ് മോർണിംഗ് കുട്ടികളെ. അപ്പൊ നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ചാണ് അല്ലെ. എന്തായിരുന്നു പ്രകാശ സംശ്ലേഷണം? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിൽ എന്തായിരുന്നു പറഞ്ഞത്? സസ്യങ്ങള് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡും മണ്ണിലെ ജലവും ലവണങ്ങളും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടി ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് നമ്മൾ പറഞ്ഞത് അല്ലെ. പ്രകാശ സംശ്ലേഷണം സസ്യങ്ങളുടെ ഇലകളിൽ ഹരിതകത്തിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായിരുന്നു പ്രകാശ സംശ്ലേഷണത്തെ പറ്റി പറയാനുള്ള കാരണം? അതായത് സസ്യങ്ങളുടെ ആഹാരത്തെ കുറിച്ച് പറഞ്ഞപ്പോഴല്ലേ നമ്മൾ പ്രകാശ സംശ്ലേഷണം പറഞ്ഞത് അല്ലെ. സസ്യങ്ങൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നവയാണ് അല്ലെ. അടുത്തതായി നമ്മൾ ഈ സ്വയം ആഹാരം ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരം ജീവികളെ നമ്മൾ സ്വപോഷികൾ എന്ന് പറയുന്നുണ്ട്. എന്താണ്? സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന ജീവജാലങ്ങളെ നമ്മൾ സ്വപോഷികൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വപോഷികൾക്ക് ഒരു ഉദാഹരണം എന്തായിരിക്കും? സസ്യങ്ങൾ ഒരു ഉദാഹരണമല്ലേ സ്വപോഷികൾക്ക്? സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നവയല്ലേ സസ്യങ്ങൾ അല്ലെ. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് സ്വന്തമായി ആഹാരം നിർമ്മിക്കാനുള്ള കഴിവ് സസ്യങ്ങൾക്കുണ്ട്. അപ്പൊ സസ്യങ്ങൾ ഒരു സ്വപോഷികളാണ്. അപ്പോ സ്വന്തമായി ആഹാരം നിർമ്മിക്കാത്ത ജീവജാലങ്ങളെ എന്തായിരിക്കും നമ്മൾ പറയാ? ഇപ്പോ ഒരു ജീവജാലത്തിന് സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അത്തരം ജീവജാലങ്ങളെ നമ്മൾ പരപോഷികൾ എന്ന് പറയുന്നു. എന്താണ്? സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവില്ലാത്ത ജീവജാലങ്ങളെ നമ്മൾ പരപോഷികൾ എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ പരപോഷികൾ ആരൊക്കെയായിരിക്കും? ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. പരപോഷികൾക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യ ക്ലാസ്സിൽ ധാരാളം ജീവികളെയും അവയുടെ ആഹാരങ്ങളെയും കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്ത് നോക്കിക്കേ. പരപോഷികൾ അതിൽ ഏതൊക്കെയായിരിക്കും ഒന്ന് നോക്കിക്കേ. അപ്പൊ പരപോഷികൾ അതായത് ആഹാരത്തിന് മറ്റു ജീവികളെ ആശ്രയിച്ച് ജീവിക്കുന്നതിനെയാണ് പരപോഷികൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എന്താണ് നമ്മൾ പറഞ്ഞത്? സ്വപോഷികൾ. സ്വപോഷികൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള ജീവജാലങ്ങളെ നമ്മൾ സ്വപോഷികൾ എന്ന് പറയുന്നു. സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികളെ നമ്മൾ പരപോഷികൾ എന്ന് പറയുന്നു. അവ ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിച്ചിരിക്കുന്നു. സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ അവയ്ക്ക് കഴിയില്ല. അവ ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിച്ച് ജീവിക്കുന്നു. അപ്പൊ ഒരു പരപോഷികൾക്ക് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു നോക്കിക്കേ. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, ധാരാളം ജീവികളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ അവയുടെ ആഹാരത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പരപോഷികളായിട്ടുള്ള ധാരാളം ജീവികൾ അതിലുണ്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ടൊന്ന് പറയാന്ന് വെച്ചാൽ സിംഹം ഒരു പരപോഷിയായിട്ടുള്ള ഒരു ജീവിയാണ്. സിംഹം ആഹാരത്തിനായി മാനിനെയാണ് അതേപോലെ മറ്റു ജീവികളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അവയാണ് അതിന്റെ ആഹാരം. അപ്പൊ അതൊരു പരപോഷിയായ ജീവിക്ക് ഉദാഹരണമാണ്. അപ്പൊ രണ്ടാമതായി നമ്മൾ പറഞ്ഞത് പരപോഷികൾ. അപ്പൊ ഇവിടെ സ്വപോഷികൾക്ക് നമ്മൾ ഉദാഹരണം എന്തായിരിക്കും പറയാ? സ്വപോഷികൾ എന്ന് പറയുന്നത് സസ്യങ്ങൾ ഒരു ഉദാഹരണമാണ്. സ്വപോഷികൾ സസ്യങ്ങൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഉദാഹരണമായിട്ട് സസ്യങ്ങൾ. അപ്പൊ പരപോഷികൾക്ക് നമ്മളിപ്പോ പറഞ്ഞ ഉദാഹരണം ഏതായിരുന്നു? മറ്റു ജീവികളെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളെ നമ്മൾ എന്താണ് പറയുക? പരപോഷികൾ. പരപോഷികൾക്ക് ഉദാഹരണം സിംഹം. അപ്പൊ നമ്മൾ സ്വപോഷികൾ എന്താണെന്നും പരപോഷികൾ എന്താണെന്നും ഒരു വിവരണത്തിന്റെ സഹായത്തോടു കൂടി പഠിച്ചാലോ? എല്ലാവരും ഒരു ചാർട്ടിലേക്ക് ഒന്ന് നോക്കിക്കേ. അപ്പൊ നമ്മളിപ്പോ സ്വപോഷികളെയും പരപോഷികളെയും കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നവയെ സ്വപോഷികളെന്നും ആഹാരത്തിന് മറ്റുള്ളവയെ ആശ്രയിച്ച് ജീവിക്കുന്നവയെ പരപോഷികളും എന്ന് പറയുന്നത്. അപ്പൊ സ്വപോഷികൾ നോക്കുക. സ്വയം ആഹാരം നിർമ്മിക്കുന്ന ജീവികളെ സ്വപോഷികൾ എന്ന് പറയുന്നു. സ്വയം ആഹാരം നിർമ്മിക്കുന്ന ജീവികളെ സ്വപോഷികൾ എന്ന് പറയുന്നു. അതിന് ഉദാഹരണമായിട്ട് ഇവിടെ സസ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. സസ്യങ്ങൾ ഒരു സ്വപോഷികൾക്ക് ഉദാഹരണമാണ്. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നവയാണ് സസ്യങ്ങൾ. അടുത്തതായി നമ്മൾ പഠിച്ചത് പരപോഷികൾ എന്താണെന്ന്. പരപോഷികൾ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികളെ ആഹാരത്തിന് മറ്റു ജീവികളെ ആശ്രയിച്ചിരിക്കുന്നു.
അതിനാൽ അവ പരപോഷികൾ എന്നറിയപ്പെടുന്നു. ഈ പരപോഷികൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാനുള്ള കഴിവില്ല. അപ്പോൾ അവ ആഹാരത്തിനെ മറ്റു ജീവികളെ ആശ്രയിച്ചിരിക്കും. ഇത്തരം ജീവികളെയാണ് പരപോഷികൾ എന്ന് പറയുന്നത്. അപ്പൊ പരപോഷികൾക്ക് എന്താ ഒരു ഉദാഹരണം എന്താണ് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. ഉദാഹരണമായിട്ട് ഇവിടെ രണ്ട് ഉദാഹരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. സിംഹം, പശു. സിംഹത്തിനെ നമുക്കറിയാം, സിംഹം, മാൻ, കാട്ടുപോത്ത് പോലുള്ള ജീവികളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതേപോലെ തന്നെ പശു മറ്റ് സസ്യങ്ങളെയും പുല്ല് അതുപോലുള്ള അവയാണ് ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും മറ്റു ജീവജാലങ്ങളെ ആശ്രയിച്ചാണ് ജീവിച്ചു പോകുന്നത്. അപ്പൊ ഇതൊരു പരപോഷിക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ രണ്ട് പറഞ്ഞിട്ടുള്ളത്, സ്വപോഷികളും പരപോഷികളും. അപ്പൊ ഇത്രയും നേരം നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്വപോഷികളെ കുറിച്ചും പരപോഷികളെ കുറിച്ചുമാണ്. ഇനി നമുക്ക് മറ്റു ചില ജീവജാലങ്ങളും കൂടെ നമ്മുടെ ഭൂമിയിലുണ്ട്. അതിനെ കുറിച്ച് ചർച്ച ചെയ്താലോ? അപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ, അതായത് നിങ്ങളെ 6ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പരാഗ സസ്യങ്ങളെ കുറിച്ചും ശവോപ ജീവികളെ കുറിച്ചും. പരാഗ സസ്യങ്ങളും ശവോപ ജീവികളെ കുറിച്ചും. അപ്പൊ എന്താണ് പരാഗ സസ്യങ്ങൾ എന്ന് നമുക്ക് നോക്കിയാലോ? പരാഗ സസ്യങ്ങൾ ഈ പരാഗ സസ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പരാഗ സസ്യങ്ങൾ എന്ന് പറയുന്നത് പോഷണത്തിനായി മറ്റ് സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങളെയാണ് പരാഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്. പരാഗ സസ്യങ്ങൾക്ക് ഒരു ഉദാഹരണം നോക്കിയാലോ നമുക്ക്? പരാഗ സസ്യങ്ങൾ നിങ്ങൾ നിത്യജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും. കാരണം ഈ മാവിന്റെ ശാഖകളിലുള്ള ഇത്തിൽ കണ്ണി, ഒരു ചെറിയ ഒരു സസ്യം ആണ് ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാവിന്റെ മുകളിലെല്ലാം ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത്, ഇത്തിൽ കണ്ണി പോഷണത്തിനായി മാവിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പോ ഇത് ഒരു പരാഗ സസ്യത്തിന് ഉദാഹരണമല്ലേ ഇത്തിൽ കണ്ണി? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് പരാഗ സസ്യങ്ങളെ കുറിച്ചാണ്. ഇത്തിൽ കണ്ണി അഥവാ ലൊറാന്തസ് പരാഗ സസ്യങ്ങൾക്ക് ഒരു ഉദാഹരണമാണ്. അപ്പൊ അടുത്തതായി നമ്മൾ മറ്റൊരു ഉദാഹരണം കൂടി ചർച്ച ചെയ്താലോ? മൂടില്ലാ താളി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൂടില്ലാ താളി അഥവാ കസ്ക്യൂട്ട എന്ന് പറയും. മൂടില്ലാ താളി ഇതും ഒരു പരാഗ സസ്യത്തിന് ഉദാഹരണമാണ്. അപ്പൊ ഒന്നാമതായി നമ്മൾ നോക്കിയത് ഇത്തിൽ ചെടി, രണ്ടാമത് മൂടില്ലാ താളി. അതായത് പരാഗ സസ്യങ്ങളാണ് ഇവ രണ്ടും. ഇത്തിൽ കണ്ണി അഥവാ ഇത്തിൽ ചെടി, മൂടില്ലാ താളി, ഇവ രണ്ടും പരാഗ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തതായി നമ്മൾ പറയുന്നതാണ് ചന്ദനമരം. സാൻഡൽവുഡും ഒരു പരാഗ സസ്യത്തിന് ഉദാഹരണമാണ്. സാൻഡൽവുഡ് അതും പോഷണത്തിനായി മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. മൂന്നാമതായി നമ്മൾ പറഞ്ഞ പരാഗ സസ്യം ഏതാണ്? ചന്ദനം. ചന്ദനമരം. ഇത്രയും 3 സസ്യങ്ങളാണ് പരാഗ സസ്യങ്ങളിൽ വരുന്നത്. അപ്പൊ നമ്മളിവിടെ ധാരാളം പരാഗ സസ്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ? ഈ പരാഗ സസ്യങ്ങൾ പ്രധാനമായും 2 തരം പരാഗ സസ്യങ്ങളാണുള്ളത്. ഒന്ന് പൂർണ്ണപരാഗവും ഒന്ന് അർദ്ധപരാഗവും. അപ്പൊ എന്താണ് പൂർണ്ണപരാഗം അല്ലെങ്കിൽ എന്താണ് അർദ്ധപരാഗം എന്ന് നമുക്ക് നോക്കിയാലോ? അപ്പൊ പരാഗ സസ്യങ്ങൾ 2 തരത്തിലുണ്ട്. ഒന്ന് പൂർണ്ണപരാഗം, അർദ്ധപരാഗം. ഇങ്ങനെ 2 തരത്തിലുള്ള പരാഗ സസ്യങ്ങളാണ് പൂർണ്ണപരാഗവും അർദ്ധപരാഗവും. അപ്പൊ പൂർണ്ണപരാഗം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. മൂടില്ലാ താളി ഒരു പൂർണ്ണപരാഗത്തിന് ഉദാഹരണമാണ്. കാരണം ഇത് ആഹാരത്തിന് വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്നു. കാരണം അത് പൂർണ്ണമായിട്ടും ഒരു സസ്യത്തെ ആശ്രയിച്ചാണ് ജീവിച്ചു പോകുന്നത്. അപ്പോ പൂർണ്ണപരാഗത്തിന് ഒരു ഉദാഹരണമാണ് മൂടില്ലാ താളി. അപ്പോ എന്തായിരിക്കും അർദ്ധപരാഗം? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. അർദ്ധപരാഗം എന്ന് പറയുന്നത് അവ പൂർണ്ണമായും ഒരു സസ്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്നില്ല. ഇപ്പോ ചന്ദനം എന്ന് പറയുന്നത് ഒരു അർദ്ധപരാഗത്തിന് ഉദാഹരണമാണ്. കാരണം വളർച്ചയുടെ ആരംഭഘട്ടത്തിലാണ് മറ്റു ചെടികളെ ആശ്രയിക്കുന്നത്. മാത്രമാണ് അവ മറ്റു സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അതിനുശേഷം അവ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നവയാണ്. അപ്പൊ അർദ്ധപരാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂർണ്ണമായി ഒരു സസ്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്നില്ല, എന്നാൽ അതിനു വേണ്ട ആവശ്യമായ സാധനങ്ങൾക്ക് വേണ്ടി ഒരു സസ്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇത്തിൽ ചെടി ജലത്തിനും ലവണത്തിനും വേണ്ടി അത് മറ്റൊരു സസ്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ
പരാഗ സസ്യങ്ങളിൽ നമുക്ക് പറയാനുള്ളത് പൂർണ്ണപരാഗം, അർദ്ധപരാഗം രണ്ട് തരത്തിൽ. അപ്പോ നമ്മൾ പൂർണ്ണപരാഗത്തിന് ഒരു ഉദാഹരണമായിട്ട് നമ്മൾ എടുത്തത് മൂടില്ലാത്ത ആളി. അപ്പൊ പൂർണ്ണപരാഗം മൂടില്ലാത്ത ആളി, താളി. അപ്പൊ അർദ്ധപരാഗത്തിന് ഉദാഹരണം നമുക്ക് ചന്ദനമരം എടുക്കാം. ചന്ദനം ഒരു അർദ്ധപരാഗത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇത്തിൽ ചെടി സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവയാണ്. പക്ഷെ അവ ജലത്തിനും ലവണത്തിനും വേണ്ടിയാണ് സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അവ സ്വയം ആഹാരം പാകം ചെയ്യുന്നുണ്ട്. പക്ഷെ ആഹാരത്തിന് ആവശ്യമായ ജലവും ലവണവുമാണ് മറ്റ് സസ്യങ്ങളിൽ നിന്ന് എടുക്കുന്നത്. അപ്പോ ഇത്തിൽ ചെടി അഥവാ ലൊറാന്തസ് എന്ന് പറയുന്നത് അതും ഒരു അർദ്ധപരാഗത്തിന് ഉദാഹരണമായിരിക്കില്ലേ? ഇത്തിൽ ചെടി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. പരാഗ സസ്യങ്ങൾ എന്ന് പറയുന്നത് മറ്റ് സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന സസ്യങ്ങളെയാണ് പരാഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്. പരാഗ സസ്യങ്ങൾ രണ്ട് തരത്തിലുള്ള പരാഗ സസ്യങ്ങളാണുള്ളത്. അതായത് ഒന്ന് പൂർണ്ണ പരാഗവും ഒന്ന് അർദ്ധപരാഗവും. പൂർണ്ണമായി മറ്റൊരു സസ്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളെയാണ് നമ്മൾ പൂർണ്ണ പരാഗം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ശവോപജീവികൾ. ശവോപജീവികൾ എന്ന് പറയുന്നത് ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളെ ആഹാരമാക്കി സ്വീകരിക്കുന്ന ജീവജാലങ്ങളെയാണ് ശവോപജീവികൾ എന്ന് പറയുന്നത്. അതായത് എന്താണ്? ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളെ ആഹാരമായി സ്വീകരിക്കുന്നവയാണ് ശവോപജീവികൾ. അപ്പൊ ശവോപജീവികൾക്ക് ഒരു ഉദാഹരണമാണ് മോണോട്രോപ്പ എന്ന് പറയുന്നത്. മോണോട്രോപ്പ ശവോപജീവികൾ. ചില കൂണുകളെ നമ്മൾ ഈ എന്താ പറയാ ഈ വീട് കിടക്കുന്ന ഈ മരത്തിന്റെ ശാഖകളിലെല്ലാം കൂണുകൾ മുളച്ചു പോകുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ അതും ഒരു ശവോപജീവികൾക്ക് ഉദാഹരണമാണ്. കൂണും ഒരു ശവോപജീവികൾക്ക് ഉദാഹരണമാണ്. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളെ ആഹാരമാക്കി ജീവിക്കുന്നവയാണ് ശവോപജീവികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഒരു എക്സാമ്പിൾ ആണ് മോണോട്രോപ്പ, അല്ലെങ്കിൽ മറ്റൊന്നാണ് കൂൺ. അപ്പൊ നമുക്ക് ഈ ശവോപജീവികളെ കുറിച്ചും ഈ പരാഗ സസ്യങ്ങളെ കുറിച്ച് കുറച്ച് ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി പഠിച്ചാലോ? അപ്പോ ഇവിടെ പരാഗ സസ്യങ്ങളെയും ശവോപജീവികളെ കുറിച്ചുള്ള കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ചിത്രത്തിലേക്ക് പോവാം. ആദ്യമായി നമ്മൾ കാണുന്ന ചിത്രമാണ് ചന്ദനം അഥവാ സാൻഡൽവുഡ്. ചന്ദനത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടിയിൽ എഴുതിയുണ്ടോ? വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റു ചെടികളെയും വേരിൽ നിന്ന് ജലവും ലവണങ്ങളും കണ്ടെത്തുന്നു. ഈ ചന്ദനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് എല്ലാ സമയങ്ങളിലും മറ്റു ജീവികളെ ആശ്രയിച്ച് ജീവിക്കുന്നില്ല. വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ മാത്രമേ ചന്ദനം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നുള്ളൂ പോഷണത്തിനായി. അതായത് വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റു ചെടികളുടെ വേരിൽ നിന്ന് ജലവും ലവണങ്ങളും കണ്ടെത്തുന്നു. അപ്പോ ജലവും ലവണങ്ങളും മറ്റ് സസ്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ട് അത് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നുണ്ട് ചന്ദനമരം. ആരംഭഘട്ടത്തിൽ മാത്രമേ ഇത് മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ അത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന ഒരു സസ്യമാണ് ചന്ദനമരം അഥവാ സാൻഡൽവുഡ്. ഇനി രണ്ടാമതായി നമുക്ക് നോക്കാം ഇത്തിൽ ചെടി. നമ്മൾ പറഞ്ഞത് ലൊറാന്തസ് അഥവാ ഇത്തിൽ ചെടി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മറ്റു സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ് ഇത്തിൽ ചെടി. മാവിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ മാവിൽ കാണുമ്പോൾ നമ്മൾ ഇത്തിൽ ചെടി വെട്ടിക്കളയുന്നതായിട്ട് നമ്മൾ കാണാം. കാരണം അത് മാവിന് ദോഷകരമാണ്. കാരണം ഇത് പൂർണ്ണമായും ആഹാരത്തിനായിട്ട് മാവിന്റെ ചെടിയിലാണ് ആശ്രയിച്ച് ജീവിക്കുന്നത്. അപ്പോൾ ഇത്തിൽ ചെടി ജലത്തിനും ലവണത്തിനും വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്നു. ജലത്തിനും ലവണത്തിനും വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. ജലത്തിനും ലവണത്തിനും വേണ്ടി ഇതിനും സ്വന്തമായി ആഹാരം നിർമ്മിക്കുവാനുള്ള കഴിവുണ്ട്. പക്ഷെ ഇത് ജലത്തിനും ലവണത്തിനും വേണ്ടി മറ്റു സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത്തിൽ ചെടിയിൽ പറയാനുള്ളത്. ഇനി അടുത്തതാണ് മൂടില്ലാത്താളി, കസ്ക്യൂട്ട എന്ന് പറയും. മൂടില്ലാത്താളി അഥവാ കസ്ക്യൂട്ട എന്ന് പറയുന്നത് ആഹാരത്തിന് വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് പൂർണ്ണമായും ഒരു സസ്യത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. മൂടില്ലാത്താളി ആഹാരത്തിന് വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്നു.
ഇത്രയും കാര്യങ്ങളാണ് പരാഗ സസ്യങ്ങളിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വിട്ടുപോയ ഒന്നുണ്ട്, മോണോട്രോപ്പ എന്ന് പറയുന്നത്. ഇത് എന്തിന് ഉദാഹരണമായിരുന്നു? മോണോട്രോപ്പ എന്ന് പറയുന്നത് ഒരു ശവോപജീവികൾക്ക് ഉദാഹരണമാണ് മോണോട്രോപ്പ. അതായത് ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് ആഹാരം കണ്ടെത്തുന്നത്. മോണോട്രോപ്പ എന്ന് പറയുന്നത് ഒരു ശവോപജീവികൾക്ക് ഉദാഹരണമാണ്. അത് ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്ന ജീവജാലങ്ങളാണ് മോണോട്രോപ്പ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പരാഗ സസ്യങ്ങളെ കുറിച്ചും ശവോപജീവികളെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. പരാഗ സസ്യങ്ങളെ കുറിച്ചും ശവോപജീവികളെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിൽ നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താം. അതിൽ അപ്പൊ നിങ്ങൾ നോക്കി വരിക, അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ നോക്കി വരിക, എന്താണ് പരാഗ സസ്യങ്ങളെന്നും ആ ശവോപയ ജീവികൾ എന്താണെന്നും നിങ്ങൾ നോക്കി വരിക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും നന്ദി.